സഹോദര വിശ്വാസികളെ, നമസ്കാരം. SNDP BJP സഖ്യ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. ഇതിന്റെ തനി ആവർത്തനം മറ്റിടങ്ങളിലും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മലപ്പുറത്ത് UDF-നകത്ത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ്. അതേസമയം കൊല്ലത്ത് UDF സീറ്റ് വിൽപ്പന നടത്തുകയാണെന്ന് ആരോപിച്ച് ഒരു കൂട്ടം പ്രവർത്തകർ ഇന്ന് ഓഫീസിനകത്ത് തള്ളിക്കേറി സംഘർഷമുണ്ടായി. ഇതുൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുണ്ട്. ഇന്ന് നമുക്കാദ്യം പ്രധാന വാർത്തകൾ കാണാം. കണ്ണൂരിൽ CPM-ന്റെ ഗൂണ്ടായിസം തടയാനുള്ള ആത്മവീര്യം കേരള പോലീസിനില്ലെന്ന് K. സുധാകരൻ. ചിലയിടങ്ങളിൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിയത് പാർട്ടിയുടെ കഴിവുകേടെന്നും വിമർശം. സുധാകരന്റെ പ്രസ്താവന രമേശ് ചെന്നിത്തലയ്ക്കുള്ള കുറ്റപത്രമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഭരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കാനാകില്ലേ എന്നും കോടിയേരി. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഭരിക്കുന്ന 50,000 പോലീസുകാരവരുടെ കയ്യിലുണ്ടായിട്ട് ഒരു 10 കോൺഗ്രസ്സുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എന്തിനാണ് കേരളം ഭരിക്കുന്നത്? കൊല്ലത്ത് സീറ്റ് കച്ചവടം ആരോപിച്ച് DCC ഓഫീസിൽ സംഘർഷം. സീറ്റ് ചർച്ചയ്ക്കിടെ DCC ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി. മലപ്പുറത്ത് കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാൻ ചർച്ചകൾ തുടരുന്നു. പ്രശ്നങ്ങൾക്ക് കാരണം പാലക്കാട് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാവ് നിരാഹാര സമരത്തിൽ. പത്രിക പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. 20-അംഗ സംഘം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. നാട്ടുവോട്ടിൽ ആദ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം കൂടി ചേർത്ത് വരുന്ന ഇന്ന് ഇങ്ങനെ എന്ന സെഗ്മെന്റാണ്. സൗമേഷ് ഉണ്ട് ഇന്ന് ഇങ്ങനെയിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി. കാണും. കണ്ണൂർ രാഷ്ട്രീയമാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. ആന്തൂരിൽ LDF എതിരില്ലാതെ 14 വാർഡുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തുടർച്ചയായി കോൺഗ്രസ് CPM നേതാക്കളുടെ വാക്പോര് തുടരുകയാണ്. കണ്ണൂരിൽ CPM ഗുണ്ടായിസം തടയാനുള്ള ആത്മവീര്യം കേരള പോലീസിനില്ലെന്ന് K. സുധാകരൻ ആരോപിക്കുന്നു. കേരളത്തിലെ പോലീസുകാർക്കൊന്നും സംരക്ഷണം തരാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവർക്കുണ്ട് ലിമിറ്റേഷൻ. അവർ ഈ ചെയ്യുന്നവനൊക്കെ നാളെ കാണേണ്ടി വരുന്നവരാ. ഭരണന്മാരെ അവരെ കാണും. അതുകൊണ്ട് ഇവിടുത്തെ പോലീസിന് അത്രയും നല്ല ആത്മവീര്യമൊന്നും CPM-കാരെ ഗുണ്ടായിസത്തെ നേരിടാനില്ല. ജില്ലയിൽ ചില വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് പാർട്ടി മിഷണറിയുടെ കഴിവുകേടാണെന്നും സുധാകരൻ വിമർശിച്ചു. സുധാകരന്റെ ഈ പ്രസ്താവന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുള്ള കുറ്റപത്രമാണെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. UDF ഭരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് സംരക്ഷണം നൽകാനാവില്ല എന്നും കോടിയേരി പരിഹസിച്ചു. അത് രമേശ് ചെന്നിത്തലയ്ക്കെതിരായുള്ളൊരു കുറ്റപത്രമാണ്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഭരിക്കുന്ന 50,000 പോലീസുകാരവരുടെ കയ്യിലുണ്ടായിട്ട് ഒരു 10 കോൺഗ്രസ്സുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എന്തിനാണ് കേരളം ഭരിക്കുന്നത്? പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ മലപ്പുറത്ത് UDF-ലെ കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടയിൽ പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് ആണെന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. കൊല്ലത്ത് സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കയ്യാങ്കളി നടത്തി. സീറ്റ് വിഭജന ചർച്ച നടക്കുന്നതിനിടെ DCC ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ കസാര വലിച്ചെറിഞ്ഞു. പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിലെ തർക്കം തുടരുകയാണ്. മുൻ കൗൺസിലറും DCC അംഗവുമായ കിദർ മുഹമ്മദ് നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാരം കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. നിത്യം ഒരു A ഗ്രൂപ്പുകാരനായിരുന്നെങ്കിൽ, സ്ഥിരമായിട്ടുള്ളൊരു A ഗ്രൂപ്പുകാരനെ കൊണ്ടുപോയിട്ട് ആ സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. പാലാ നഗരസഭയിലെ 20-ാം വാർഡിൽ മത്സരമുണ്ടാവില്ല. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി വിജി ജോജോ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥിയായ CPM-ന്റെ അശ്വതി ശശിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് കാരണം. ഇത്രയുമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. കൂടുതൽ വാർത്തയും വിശദാംശങ്ങളുമായി KR ഗോപികൃഷ്ണൻ ചേരും. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നാളെയാണ്
പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ഐസക് ഉണ്ട്. സുനിൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണല്ലോ. എന്താണ് വിവിധ ഇടങ്ങളിലെ സ്ഥിതി? എന്തൊക്കെയാണ് മറ്റ് പുതിയ വിശേഷങ്ങൾ? ഗോപി, തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം എന്നീ 3 ജില്ലകളിൽ നിന്നൊഴികെ ബാക്കി എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മലപ്പുറത്തും അതുപോലെ തന്നെ തൃശ്ശൂരും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ചില തർക്കങ്ങൾ മറ്റുമുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നതിനായി രാത്രി കുറച്ചുകൂടി വൈകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്നുള്ള അവസാന വട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക എത്ര എണ്ണം ബാക്കി നിൽക്കുന്നു എന്നുള്ള ഒരു കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 9514 പേർ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. കൊല്ലത്ത് 722 പത്രികകളാണ് തള്ളിക്കളഞ്ഞത്. 8584 പേർ മത്സരരംഗത്തുണ്ട്. പത്തനംതിട്ടയിൽ 5 പത്രികകൾ മാത്രമാണ് തള്ളിയത്. 6060 പേർ മത്സരരംഗത്തുണ്ട്. കോട്ടയത്ത് 7496 പേർ മത്സരരംഗത്തുണ്ട്. ഇടുക്കിയിൽ 6534 പേർ മത്സരരംഗത്തുണ്ട്. എറണാകുളത്ത് 10302 പത്രികകളായിരുന്നു ഇപ്പോൾ നിലവിലുള്ളത്. പാലക്കാടേക്ക് എത്തുമ്പോൾ 86 പത്രികകൾ പാലക്കാട് തള്ളിയിരിക്കുന്നു. 11010 പേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. കോഴിക്കോട് 1444 പത്രികകൾ തള്ളി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുള്ളത് കോഴിക്കോടാണ്. 1444 പേർ. 10370 പത്രികകളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. കാസർഗോഡ് 4993 പേരും വയനാട്ടിൽ 4725 പേരുമാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. ഇതൊരു കൃത്യമായ കണക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നാളെ വൈകുന്നേരം 3 മണിക്കാണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കുള്ളിൽ റിബൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ ഇപ്പോഴും സമവായ ചർച്ചകൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു അവസാന ചിത്രം വ്യക്തമാകണമെങ്കിൽ നാളെ 3 മണി കഴിയണം. എന്തായാലും ഇപ്പോഴും ഏറ്റവും ഒടുവിലും തിരക്കിട്ട വലിയ തോതിലുള്ള ചർച്ചകൾ വിവിധ തലങ്ങളിൽ നേതാക്കൾ പ്രാദേശികമായി തന്നും നേതൃപരമായുമുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. റിബലുകളെ പിൻവലിക്കുന്നതിന് അതുപോലെ തന്നെ മറ്റ് ഈ മുന്നണി സമവാക്യങ്ങൾ ഒന്നുകൂടി അടക്കിട്ടുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് ലീഗ്, ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫ്, അതുപോലെ തന്നെ കണ്ണൂരിലും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും CPM പല പഞ്ചായത്തുകളിലും ഭിന്നമായി വേറിട്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുനിൽ ഐസക്കാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്പുറത്ത് UDF-നകത്ത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ലീഗിൽ കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ലീഗ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. DCCയിലെ നേതൃത്വത്തിലെ ചിലരുടെ അറിവോടെയാണ് പ്രാദേശിക കമ്മിറ്റികൾ ലീഗിനെതിരെ തിരിയുന്നത് എന്നാണ് യോഗം വിലയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണ രംഗം സജീവമാണ്. LDF-നും UDF-നും ഒപ്പം BJP-യും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വീടുകളും കടകളും കയറിയുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നേരത്തെ പൂർത്തിയാക്കിയതിനാൽ ഒരടി മുന്നിലാണ് LDF. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും. സജീവമായിട്ട് മുന്നിലാണ്. ഈ തലസ്ഥാന നഗരത്തിൻ്റെ ഒരു പ്രത്യേകത, അസംബ്ലിയിലും പാർലമെൻറ്റിലും UDF-ന് വോട്ട് ചെയ്യുന്നവർ പോലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്കാണ് വോട്ട് ചെയ്യുന്നത്. 1982 ശേഷം ഒരു കോൺഗ്രസ് മേയർ തലസ്ഥാനത്ത് വന്നിട്ടില്ല. റിബൽ സ്ഥാനാർത്ഥിയും താഴെത്തട്ടിലെ പടലപ്പിണക്കങ്ങളും UDF-ന് തലവേദനയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രചരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഇത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു പ്രചരണവും കാര്യങ്ങളും ഒക്കെ പോകുന്നു. ഇനി വരും ദിവസങ്ങളിൽ അതെനിക്ക് തോന്നുന്നു ഒരു ഫുൾ സ്വിങ്ങിൽ വർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നഗരഭരണം ലക്ഷ്യമിടുന്ന BJP-യും പ്രചരണ രംഗത്ത് സജീവമാണ്. അടുക്കും ചിട്ടയാർന്ന പ്രചരണത്തിലാണ് BJP. എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ വാർഡുകളിൽ വീട് തോറും കയറി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുക എന്നുള്ള പരിപാടിയാണ്. അത് ഏതാണ്ട് 80-85% എല്ലാ വാർഡുകളിലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത പരിപാടി നടത്തിയിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ മിക്ക വാർഡുകളിലും സജ്ജമായിട്ടുണ്ട്. 3 മുന്നണികളും പോരാട്ടം ശക്തമാക്കുമ്പോൾ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ചെറു പാർട്ടികളും തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.
2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ 4 നഗരസഭകളിലും വലിയ മുന്നേറ്റമാണ് UDF നടത്താനായത്. ഇക്കുറി പുതുതായി രൂപീകരിച്ച 2 മുനിസിപ്പാലിറ്റികളിലും ഇതേ വിജയം ആവർത്തിക്കും എന്നാണ് UDF അവകാശവാദം. എന്നാൽ ഇക്കുറി വിജയം തങ്ങൾക്കൊപ്പമായിരിക്കും എന്ന് LDF പറയുന്നു. 2010 തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി, പാല, വൈക്കം, കോട്ടയം എന്നീ 4 നഗരസഭകളും UDF-നൊപ്പമായിരുന്നു. എന്നാൽ 2014 ചങ്ങനാശ്ശേരി പിന്നീട് LDF-നൊപ്പം ചാഞ്ഞു. ഇത്തവണ 2 പുതിയ നഗരസഭകൾ കൂടി കോട്ടയം ജില്ലയ്ക്കുണ്ട്, ഈരാറ്റുപേട്ടയും ഏറ്റുമാനൂരും. കോട്ടയം നഗരസഭയിലെ ആകെയുള്ള 52 സീറ്റുകളിൽ 27 നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. മാറി മാറി ഭരണം വരാറുള്ള വൈക്കം നഗരസഭയിലെ 26 വാർഡുകളിൽ 17 വാർഡുകളും കൈക്കലാക്കിയത് കഴിഞ്ഞ തവണ UDF ആണ്. പാലായിലും വ്യക്തമായ മേൽക്കൈ നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. 37 വാർഡുകളുള്ള ചങ്ങനാശ്ശേരി നഗരസഭയും 2010 UDF അധികാരത്തിലെത്തിയിരുന്നു. എന്നാൽ 2014 രാഷ്ട്രീയ സ്വഭാവം മാറിയ ചങ്ങനാശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷം ഭരണം പിടിച്ചു. 20 അംഗങ്ങളാണ് UDF-ന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. 2014 ലെവലിൽ 2 ആളുകൾ LDF അവരെ ചാക്കിട്ട് പിടിച്ച് അവിശ്വാസ പ്രമേയത്തിലൂടെ UDF-ന്റെ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. പുതുതായി രൂപീകരിക്കപ്പെട്ട ഈരാറ്റുപേട്ട നഗരസഭയിൽ 28 വാർഡുകളാണുള്ളത്. ഏറ്റുമാനൂരിൽ 35 വാർഡുകളും. ഇത്തവണ UDF-ന്റെ കോട്ടകൊത്തളങ്ങൾ തകർക്കുമെന്ന പ്രതീക്ഷയാണ് ജില്ലയിലെ LDF നേതൃത്വത്തിനുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും ഞങ്ങൾ പിടിച്ചെടുക്കുന്ന പൊതു സാഹചര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം റിബലുകളും സൗഹൃദ മത്സരങ്ങളും ചിലയിടങ്ങളിലുണ്ടെങ്കിലും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ കോട്ടയം ജില്ലയിലെ കോട്ട നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF-ന്റെ ജില്ലാ നേതൃത്വം. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം. ജനകീയ സമരങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണം എന്ന് നിർദ്ദേശം. അതിജീവന സമരങ്ങളിൽ ജനപക്ഷത്ത് നിൽക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ പ്രേരിപ്പിക്കണം എന്ന വിഷയത്തിൽ തൃശൂർ അതിരപ്പള്ളിയിൽ നടന്ന ശില്പശാല ഈ വിഷയങ്ങളിലേക്ക് പൊതുജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് എന്ത് കാര്യമുണ്ടെന്നാണ് നാട്ടിലെ ഒരു വലിയ സംഘം പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ജലവും വായുവും ആവാസ വ്യവസ്ഥയും പരിപാലിക്കുന്നതിനും വിഭവങ്ങൾക്ക് മേൽ എല്ലാ സമൂഹങ്ങൾക്കുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താം? മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത്? അതിരപ്പള്ളിയിൽ ജലം, പുഴ, ആവാസ വ്യവസ്ഥ വികസനം എന്നിവ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ഒരു ശില്പശാലയിലാണ് ഇത്തരമൊരു അന്വേഷണം ഉണ്ടായത്. പുതിയ നമ്മുടെ വികസന സങ്കല്പത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാലിന്യ പ്രശ്നവും വികസന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് കോറിങ്ങും ജനങ്ങളിലേക്കും ആ ഇഷ്യൂ ഒന്നും കൂടിയും ടേക്കപ്പ് ചെയ്ത് ജനങ്ങളുടെ ഇഷ്യൂ ആണെന്ന് അവതരിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഇഷ്യൂവിൽ ഒരു ഫോളോ അപ്പ്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇത്തരം അധികാരങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ വരേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ. വികസന ചിന്തകളിലെ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കുവാനും പുഴയും കുന്നും വായുവും മണ്ണും സംരക്ഷിക്കുന്നതിനുള്ള അതിജീവന സമരങ്ങളിൽ ജനപക്ഷത്ത് നിൽക്കുവാനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടാനും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടാനുമാണ് പരിസ്ഥിതി പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വിധു വിൻസെന്റ്, മീഡിയ 1. കേരളത്തിൽ വർഗീയ കൂട്ടുകെട്ടുകൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ. SNDP പോലുള്ള സംഘടനകൾ പരസ്യമായി വർഗീയത പറയുകയാണ്. എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും എതിരായ ആക്രമണം BJP അധികാരത്തിലെത്തിയ ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണെന്നും രഞ്ജി പണിക്കർ കോഴിക്കോട്ട് പറഞ്ഞു. താൻ അഭിനയിക്കുന്ന പുതിയ സിനിമ ജെമിനിയുടെ ചിത്രീകരണ വേളയിലായിരുന്നു രഞ്ജി പണിക്കരുടെ പ്രതികരണം. കേരളം അപ്പാടെയുള്ള ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആശങ്ക തോന്നുന്നത് കേരളത്തിൽ മുൻപില്ലാത്ത തരത്തിൽ പുതിയ സാന്ദ്രീകരണങ്ങൾ ഉണ്ടാകുന്നു, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. SNDP പോലുള്ള ഒരു ശ്രീനാരായണ ഗുരു ദർശനത്തിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിന് പോലും പരസ്യമായി വർഗീയതയും മതവും സംസാരിക്കേണ്ടി വരുന്നു, ജാതി സംസാരിക്കേണ്ടി വരുന്നു. BJP അധികാരത്തിലെത്തിയ ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റം വർദ്ധിക്കുകയാണ്. ഏറ്റവും പുതിയതാണ് കൽബുർഗി വധം. ഇത് ഒരു ഓർഗനൈസ്ഡായിട്ട് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ചല്ലാതെ ഇതിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം BJPയുടെ നേരിട്ടുള്ള ആഹ്വാനത്തോടെയാണ് ഈ ആക്രമണങ്ങളെന്ന് കരുതുന്നില്ല.
എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് പ്രസരിക്കുന്ന നെഗറ്റീവ് എനർജി എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന കണക്കുകൂട്ടൽ ജനാധിപത്യ വിരുദ്ധർ പ്രയോഗവൽക്കരിക്കുകയാണെന്നും ഇതിനെ എതിർത്തു തോൽപ്പിക്കണമെന്നും രൺജി പണിക്കർ പറഞ്ഞു. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം കെ ഇല്യാസ്, മീഡിയ 1 കോഴിക്കോട്. രൺജി പണിക്കർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമുണ്ട്. കോൺഗ്രസിന്റെ കൊടിക്കൊമ്പിൽ എങ്ങനെ വന്നി 3 കൊടി എന്നതാണത്. ജെമിനിയുടെ സെറ്റിൽ വെച്ച് രൺജി പണിക്കർ തന്റെ പഴയ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ കേട്ട് ഇപ്പോഴും മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു പഴയ മുദ്രാവാക്യമാണ്. എനിക്ക് ആ ഇലക്ഷൻ ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഞാൻ എൻ്റെ ബാല്യത്തിൽ നിന്ന് ആദ്യം ഓർത്തെടുക്കാവുന്ന മുദ്രാവാക്യം എന്ന് കോൺഗ്രസിൻ്റെ കൊടിത്തുമ്പയിൽ എങ്ങനെ വന്നീ 3 കൊടി എന്നുള്ളത് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം പരീക്ഷിക്കപ്പെടുന്നതിനെ പരിഹസിച്ചുകൊണ്ട് 60കളിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോമസ് ജോൺ തോറ്റത് ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കിയാണ് എതിർപക്ഷം ആഘോഷിച്ചത്. കെട്ടുകെട്ടിച്ച് തോമസ് ജോണിനെ കെട്ടുകെട്ടിച്ച് എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇത് രണ്ടും എനിക്ക് എൻ്റെ ഏറ്റവും ആദ്യകാല ഓർമ്മകളിൽ നിന്ന് എനിക്കിപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്ന എൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ഓറിയൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ ആ മുദ്രാവാക്യം കേട്ടതിനെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചതിനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. കെ ഇല്യാസ്, മീഡിയ 1 കോഴിക്കോട്. ഇനി കന്നി വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഫസ്റ്റ് വോട്ടാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ കന്നി വോട്ടർമാരാണ് അവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് വോട്ട് ടെക്നോ പാർക്കിലാണ്. ഇവിടുത്തെ ടെക്കികളുടെ വോട്ടും രാഷ്ട്രീയവും എന്തെന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ, ഇപ്പോൾ വോട്ടുണ്ടോ? ആദ്യ വോട്ട് എങ്ങനെ, ആർക്കാണ്? രാഷ്ട്രീയം നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണോ, എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. ഏത് പാർട്ടി വന്നാലും അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. എൻ്റെ അമ്മ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ വേറെ ആർക്കും വോട്ട് ചെയ്യില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ, എന്നാലും വോട്ട് ചെയ്യാറില്ലേ? വേണ്ട, ഞാൻ വോട്ട് ചെയ്യാറില്ല, സീരിയസ് ആയിട്ട് ചെയ്യാറില്ല. ചെല്ലുമ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഒരു പുരോഗമനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അറിയാം, ഒരു ട്രെൻഡ് അറിയാം, അങ്ങനെ നോക്കി വോട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പറ്റി എന്നാ പറയാൻ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എല്ലാം വരുന്ന പോലെയല്ലേ. എന്താ അങ്ങനെ? എല്ലാം ഓരോ ദിവസം കഴിയുന്നവർ ഓരോ ന്യൂസല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. വിവാദങ്ങൾ മാത്രമാണോ ഉണ്ടാവുന്നത്? അത് ശരിയാണ്. അതായത് പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ രീതിയിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരെയാണ് ഞാൻ. വോട്ട് ചെയ്യണ്ടെന്ന തീരുമാനം. എന്താ, രാഷ്ട്രീയത്തോട് താല്പര്യമല്ലേ? ഇല്ല. വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നാണ് വിചാരിക്കുന്നത്? ഒരു കാര്യമില്ല. വിൽ സി, നമുക്ക് നോക്കാം ഏതാണ് നല്ലത്, അതനുസരിച്ച് നമുക്ക് നോക്കാം. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ആവേശത്തിൻ്റെ നേരിയ അല പോലും ഈ ടെക്നോ പാർക്ക് ക്യാമ്പസിനകത്തില്ല. ഇവിടെയെല്ലാം പതിവ് പോലെ തന്നെയാണ്. എങ്കിലും വലിയൊരു ശതമാനം IT ടെക്കികൾക്കിടയിലും രാഷ്ട്രീയ ബോധം വളർന്നു വരുന്നു എന്ന കാര്യം സമ്മതിക്കുക തന്നെ വേണം. സ്ഥാനാർത്ഥി പട്ടിക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ നേരെ പോകുന്നത് വോട്ടർമാരെ കാണാനാണ് എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. സ്ഥാനാർത്ഥികൾ പലരും ഇപ്പോഴും ക്യൂവിലാണ്. എവിടെയാണ് ക്യൂ നിൽക്കുന്നതെന്നും എന്താണ് സംഭവമെന്നും നമുക്ക് കണ്ടു നോക്കാം. എവിടെ നോക്കിയാലും സുന്ദരന്മാരും സുന്ദരികളും. പോസ്റ്ററിലും ഫ്ലെക്സ് ബോർഡിലും കാണുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ആദ്യം സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റുഡിയോയിലേക്കാണ് ഓടുക. ആളുകളുടെ അഭിരുചിക്ക് അനുസരിച്ച് പല ആളുകളും പല രീതിയിലും ഫോട്ടോ എടുക്കും. അങ്ങനെ അത് പ്രദർശിപ്പിക്കൽ തന്നെയാണ് ഒരു പരിധി വരെ. ഉഗ്രം പോസിലുള്ള പടം വേണം എല്ലാവർക്കും. മുഖം ഏത് ആംഗിളിൽ തിരിക്കാൻ പറഞ്ഞാലും പൂച്ചക്കുട്ടിയെ പോലെ അനുസരിക്കും.
നാളത്തെ നഗരസഭാ ചെയർമാൻമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വരച്ച വരയിൽ നിർത്താനുള്ള അവസരം ഫോട്ടോഗ്രാഫർമാരും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നേരെ ഓടുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്കാണ്. ഫോട്ടോഷോപ്പ് കണ്ടുപിടിച്ചവനെ മനസ്സിൽ ധ്യാനിച്ച് മൊഞ്ചു കൂട്ടുകയാണ് പിന്നെയുള്ള പണി. ഈ താടി നരച്ചുണ്ട് അതെന്താ ചെയ്യണ്ടേ? എടുക്കുക, നാളെ കാണലല്ലേ. ഫ്ലെക്സിൽ കണ്ടയാളും വോട്ട് ചോദിക്കാൻ വന്നയാളും ഒന്നാണോ എന്ന സംശയം പല വോട്ടർമാരും ചോദിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളുടെ പടംപിടുത്തക്കാരൻ ഡാറ്റസ് വേലായുധനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1 മലപ്പുറം. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമ്മൾ കേൾക്കേണ്ട ചില ശബ്ദങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ കേൾക്കാം. SNDP രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി BJPയിലേക്കുള്ള വഴിയമ്പലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കാലടിക്ക് പോകാനുള്ളവർ അങ്കമാലിയിൽ ഇറങ്ങുന്നത് പോലെ BJPയിലേക്ക് പോകുന്നവർക്കുള്ള വഴിയമ്പലമാണ് വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെന്ന് കോടിയേരി കൊച്ചിയിൽ പറഞ്ഞു. RSSലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയമ്പലമായിരിക്കും SNDP യോഗം ഉണ്ടാക്കാൻ പോകുന്ന ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാലടിയിലേക്ക് പോകുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്കമാലി ഫോർ കാലടി. RSSലേക്ക് പോകേണ്ടവർ തൽക്കാലം SNDP ഉണ്ടാക്കുന്ന പാർട്ടിയിൽ വിശ്രമിക്കുക, എന്നിട്ട് BJPയിലേക്ക് പോവുക. ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി ഈ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് രംഗം ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന് അർത്ഥം. കൂടുതൽ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാട്ടുവോട്ട് നാളെ ഇതേ സമയം. നിങ്ങൾ കാത്തിരിക്കൂ.